സന്തോഷമുള്ളൊരു കാര്യം. ഞാൻ എൻ്റെ കാര്യം ഓർക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം, 48 വർഷം മുമ്പാണ്. പക്ഷെ അന്നൊന്നും ഇങ്ങനൊന്നും കാര്യമൊന്നുമില്ല. അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, അടുത്ത സിനിമയിൽ. പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു ഓഡീഷന് പോയി. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന്. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള നിശ്ചയങ്ങളുണ്ട്. അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ ശശി. വളരെ കാലത്തിന് ശേഷം അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി, അതുപോലെ ബെസ്റ്റ് ആക്ടറായി. മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു, ബെസ്റ്റ് ആക്ട്രസ് അഭിനയിക്കുന്നു. അപ്പം ഇത് എങ്ങനെയാണ്, ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ അഭിനയിച്ച ഒരാളല്ല. കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. എൻ്റെ കൂടെ ഉള്ളതായി ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ്, ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയത്. ഇത്ര നാൾ കൊണ്ട് നടന്നു, 48 years. ഒരു വലിയ സപ്പോർട്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പം എല്ലാ കുട്ടി അഭിനയിക്കാൻ. അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാം. അതിനെ ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിലുപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരെ കാണും. നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ കാര്യം, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട്. എൻ്റെ co-stars, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്, എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഒരു വലിയ ഒരു കോൺഫിഡൻസ്, ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോലും. എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല സബ്ജക്റ്റുകൾ കിട്ടണം, നല്ല കൊളീഗ്സ്, കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് അപ്പോൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകും. അപ്പോൾ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും, ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം. പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്ത് പറയാം. ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം. ഞാൻ പറഞ്ഞു അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദേ ഹാവ് ടു പ്രൂവ് അല്ലേ, അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം, ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം ആദ്യം എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആന്റണി എടുക്കാൻ തീരുമാനിച്ചത്. ഇതുപോലെ തന്നെയാണ് തുടക്കം. എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആന്റണിയുടെ മകനാണ്. മോനെ, ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ്. ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. വെരി നൈസ് പേഴ്സൺ. അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല, ഇതും കൂടെ അതിന് ആഡഡ് അട്രാക്ഷനാണ്. അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത്. ആന്റണി പറഞ്ഞ സാറേ ഇത് ആരെ അറിയിക്കണം, നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം. കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ. പിന്നെ ആന്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട്. വളരെ രണ്ടുപേർക്കും, മോനും ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ ഫാമിലി, ഫ്രം ദ ഫ്രറ്റേണിറ്റി. എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ, ഭാഗ്യം ഉണ്ടാകട്ടെ, നല്ല കൊളീഗ്സ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി. ആശിഷിനെ ഞങ്ങളുടെ ലാലേട്ടൻ ഹർഗയിലും ഒക്കെ നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇതാ ഈ ഒരു ഫ്രറ്റേണിറ്റിയിലേക്ക്, ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്തു. കാരണം മോഹൻലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി. ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു. ആ കുടുംബത്തിൽ നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവന് ഒരു സിനിമ അഭിനയിക്കുക എന്ന സമയത്ത് എനിക്ക് ആശീർവാദത്തിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു. അതിനുശേഷം വിസ്മയ മായകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദം നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക? കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറീപ്ലേസബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സാർ. ചേട്ടൻ്റെ വൈഫായിട്ട് കൂടുതൽ
മായന്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ അഡ്വൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും പറഞ്ഞിട്ട് എല്ലാവരെയും ബോറടിപ്പിക്കില്ല. എത്ര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് മാം. ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെന്റ് എനിക്ക്. How do I do this? I mean, it's not used to. Anyways, so actually it's a very special day for me because it marks my daughter Vismaya's തുടക്കം into this beautiful world of cinema. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്കൊരു കുറേ കൊല്ലത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഓർമ്മ വരുന്നത്. മായയും അപ്പും, ഐ തിങ്ക് അപ്പു ഒരു 12 and മായ 8 ഇരിക്കുമ്പോൾ വീട്ടില് we did a home film called Angry Maya. And Appu was the director and actor, and Maya was playing the main character. ഞാൻ എന്നിട്ട് ക്യാമറയുടെ പിന്നിലായിരുന്നു. അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് 2 പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വെക്കുന്നു. സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് pre-planned destiny that's come about, and I think the universe also works towards it when he wants it that way. And today, actually, ഈ കൊല്ലം തന്നെ is very special to us because എൻ്റെ ചേട്ടന് ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് കിട്ടി. ഇന്ന് അപ്പുവിൻ്റെ DS ഹീറോയിൻ്റെ റിലീസാണ്. അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു ഇഫ് ഈസ് ഗോയിങ് ടു ആക്ട്, എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്ന വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. പക്ഷെ ഇവൻ വന്നിട്ട് 2 കൊല്ലത്തില് ഒരു പടം ചെയ്യും. അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ്, ഫസ്റ്റ് ഫിലിം എവറി ഇയർ ഹി ഡസ് എ ഫിലിം. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. And I take this opportunity to wish the DS Hero team all the best for their big day today. മായനക്കാലം കൂടുതൽ ടെൻഷൻ എനിക്കാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജ ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷെ ഇത് എന്താ പറയുക, ഒരു ചെറുപ്പത്തിലേ മുതൽ ലാലേട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള് ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലേട്ടൻ്റെ ഫാമിലിയിലെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലേട്ടൻ്റെ ഫാമിലിയിലൂടെ. പ്രത്യേകിച്ച് എനിക്ക് മായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര ശാന്ത സ്വഭാവം, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അയാളുടെ ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ സിനിമയുടെ യാതൊരു മായയില്ലാതെ വരുന്നൊരു മായയാണ് ഈ മായ. അപ്പോൾ അതുകൊണ്ട് അത്ര സന്തോഷം നിൽക്കുന്നുണ്ട്. എന്താ പറയുക, എല്ലാവരോടും പറയാനുള്ളത് ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ്. അതുകൊണ്ട് ഞങ്ങളിത് പ്രത്യേകമായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. അന്നു ചേട്ടനും ചേച്ചി ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഞങ്ങൾ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പല കാര്യങ്ങളും. എൻ്റെ ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് ബാലയും അഖിൽ കൃഷ്ണ എന്ന 2 പേരും കൂടി ഉണ്ട്. അവരുടെ ഉണ്ട്, അവരുടെ കൂടെ ഞാനും ചേച്ചിയും ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന്, കാരണം ഇത് ഓരോ പ്രാവശ്യം നമ്മൾ മിനുക്കി എല്ലാവർക്കും ഇഷ്ടമാവണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനിൽ ചേട്ടൻ്റെയാണ് ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത്. പിന്നെ ഞാൻ തന്നെയാണ് അനിൽ ചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ ഇതിനകത്തൊരു കഥാപാത്രമുണ്ട്, അത് ഞാൻ ആശിഷിനെ കൊണ്ട് ചെയ്യിച്ചോട്ടെ എന്ന് ചോദിച്ചത്. കാരണം എനിക്ക് ആശിഷിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിന് ആപ്റ്റാണ് തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അനിൽ ചേട്ടനെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാം ഏതാണ്ട് ഒത്തുവരുന്നു. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഈ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. ലാലങ്ങളുടെ കുടുംബവും എൻ്റെ കുടുംബവും, we've been a family since the beginning and I see that as the biggest blessing. അതിന് കൂടെ തന്നെ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഭാഗമാകാൻ പറ്റുക is again the greatest thing that happened in my life, and I'm really happy and grateful to be standing here. ഈ ഒരു അവസരം തന്ന ചൂടായിരുന്നു നന്ദി പറയുന്നു. Thank you so much, Ella. And I'm requesting everybody's prayers and blessings. Once again, thank you so much.
എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്നെ വിളിക്കുന്ന പ്രതീക്ഷയില്ല. വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് 1992 ഞാൻ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. അന്ന് അതിൻ്റെ നിർമ്മാണം ബാലയ സാറിൻ്റെ മകനായ സുരേഷ് ബാലയ സാറ്. ഇവിടെ ഇന്ന് ഏറ്റവും പ്രൗഢായിട്ടുള്ള ഒരു കാര്യം സുചേച്ചിയാണ്. ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു വലിയ നിർമ്മാതാവിൻ്റെ അമിതാഭിൻ്റെ മകള്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട്, അതുപോലെ 2 കുട്ടികൾ, അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച ഒരു പുണ്യമാണ്. അവരുടെ വളർച്ച, നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടൻ്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആന്റണി ഭായിനെ. അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹത്തിൻ്റെ പ്രയത്നം. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിൻ്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ്. എനിക്ക് തോന്നുന്നു MBA ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ MBAക്കാർ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ പയ്യനാണ്. അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം. ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ, ലാലേട്ടൻ്റെ വിസ്മയ, സുചേച്ചിയുടെ വിസ്മയ മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭായിയുടെ മകൻ ആശിഷ്, അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ. പിന്നെ അപ്പുവിൻ്റെ സിനിമ ഇന്ന് റിലീസാവാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജൂഡ്, വർഷങ്ങളായിട്ടുള്ള ബന്ധുവാണ്. ജൂഡിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിൽ വലിയ സന്തോഷമാണ്. കാരണം ജൂഡിൻ്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ, ഗംഭീരമാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. Gemini Film Circle, it's a great privilege. Our legendary founder, Mr. L.V. Prasad, the recipient of Dada Phalke Award in 82, and it's a profound privilege and pleasure to be associated with the current recipient, our Lal Saab, and the entire team. Wishing the entire team a grand success, and it's a great privilege and honor for us to be associated with this. Thank you. Thank you. 1994 ഒരു പട്ടാളക്കാരനായിരുന്ന എന്നെ ഈ ഫാമിലിയിലുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡി എന്ന് വിളിക്കുന്നത് K. ബാലാജി അങ്കിളും സുരേഷ് ബാലാജിയും സുച്ചിയും. അന്ന് കണ്ട ഈ കുട്ടിയാണ് അപ്പുവും മായയും. വളരെ ചെറിയ കുട്ടികളായിരുന്നു. എൻ്റെ മോൻ അർജുൻ്റെയും ഫ്രണ്ടായിട്ട് ഒരു കുടുംബത്തിൽ വളർന്നു വന്നു. പിന്നീട് ഞാൻ ആദ്യം സിനിമയിലൂടെ കാര്യം വെച്ചിട്ട് ഡയറക്ടറായിട്ട് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാനും രാജേഷും കൂടെ ചെയ്ത ഒരു പടത്തിൻ്റെ കഥ ഈ പറഞ്ഞ പോലെ തന്നെ, ജൂഡ് പറഞ്ഞ പോലെ തന്നെ കഥ പറഞ്ഞത് അമ്മയുടെ ആയിരുന്നു, സുച്ചിയോട്. ഡെഫിനറ്റായിട്ടും ഷീസ് എ ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. ബിക്കോസ് അന്ന് തന്നെ ചില സജഷൻ പറഞ്ഞിട്ട് അപ്പുനെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ സിനിമയിലാണ് അപ്പുനെ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. സോ ഐ വാസ് റിയലി ഹാപ്പി ടു സീ ദാറ്റ്. Now Maya is starting with Jude. I wish you all the best for it. Your family has got a lot, in fact a lot they contributed to this country, and now you are stepping into that, and I wish you all the best. Plus Ashish, you are going to rock, because I too used to see you like a baby. Now all the children are growing up, and I want to see them growing high, touching the star. God bless you. Thank you so much. കുറച്ച് കാലമേ ആയിട്ടുള്ളൂ സാറിൻ്റെ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു സൗഹൃദവും സംസാരങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പം വിസ്മയയുടെ കാര്യം ആദ്യം പോലെ ആലോചിക്കുന്ന സമയം പോലെ തന്നെ ചേച്ചി അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അപ്പം വളരെ സന്തോഷമാണ്. എല്ലാവിധ
ആശംസകളും. മായ ഗംഭീരമായ രീതിയിൽ സിനിമയിൽ വലിയ 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 ചുവടുകൾ വെക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ പ്രണവ് ഇന്നത്തെ സിനിമയ്ക്ക്. എല്ലാവർക്കും ആശിഷ് എല്ലാവർക്കും വളരെ 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 വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. രാജ് സാറിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബമാണ്. അപ്പോൾ രാജ് സാറിൻ്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ സിനിമയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷവും പ്രതീക്ഷയും ഉണ്ടാകുന്ന കാര്യമാണ്. ഈ വിസ്മയുടെ ഒരു പ്രൊഫൈലും ഇതിൽ അവസാനം കാണിച്ച ഒരു വിഷ്വൽ വെച്ചിട്ട് ഇതൊരു ആക്ഷൻ സിനിമയായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫീമെയിൽ ഓറിയന്റഡ് ആക്ഷൻ സിനിമകൾ, ഫീമെയിൽ ലീഡ് ആക്ഷൻ സിനിമകൾ ഒരു പുതിയ ശാഖയാണ്. അത് സംഭവിച്ചാൽ നമ്മുടെ സിനിമയ്ക്ക് തന്നെ വലിയ നേട്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിസ്മയ തുടങ്ങി വയ്ക്കുന്ന ഈ തുടക്കം ഒരു വലിയ വിജയമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് ആശിഷ്, ആന്റണി ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഞാൻ പറയാൻ കുഴപ്പമില്ല, എനിക്ക് സിനിമയിലൊരു ചാൻസ് ഉണ്ട്, ഞാനിതിലൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആണ് എൻ്റെ ലൈഫിൽ നടക്കുന്നപ്പോൾ. ഞാൻ പണി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം തിരിച്ച് UK പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇതെല്ലാം നടന്ന സർവീസിന് എല്ലാവിധ നന്ദി. I don't know, so excited. Vismaya, I'm so excited to work with you. ലാൽ സാറിനോടും കുടുംബത്തോടും ആൻഡ് ചേട്ടനോടും എല്ലാവരോടുള്ള നന്ദി അറിയിക്കും. താങ്ക് യു. നല്ല രീതിയിൽ ആശംസിച്ചാലും ആശംസിച്ചില്ലെങ്കിലും ഈ സിനിമ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലായതുകൊണ്ട് വിസ്മയക്ക് ഇതൊരു വലിയൊരു തുടക്കമായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. ഇതൊരു വലിയ സക്സസ് ആയി. പ്രിയപ്പെട്ട ആന്റണി ചേട്ടൻ്റെയും ജൂണിൻ്റെയും വിസ്മയുടെയും ആശിഷിൻ്റെയും എല്ലാവരുടെയും ഈ തുടക്കം ഗംഭീര തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അഭിനയിക്കാൻ പോകുന്നു. എനിക്കങ്ങനെ ഒരു ആക്ട്രസ് അങ്ങനെയൊന്നും അല്ല, എൻ്റെ പിള്ളേരെ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എല്ലാ ആശംസകളും. അപ്പുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ പോലെ ഞങ്ങൾക്ക് മായയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ജിത്തുവിൻ്റെ എല്ലാ വിശ്വസും അറിയിക്കാൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സിനിമയും മാധ്യമവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ വിസ്മയ മോഹൻലാലിന്റെ, അതായത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാൽ സാറിന്റെയും ശ്രീമതി സുചിത്ര മോഹൻലാലിന്റെയും മകൾ വിസ്മയയുടെ ഈ തുടക്കം ഗംഭീര തുടക്കമാകാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് മാധ്യമങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് ആ സിനിമയുടെ വിജയത്തിലേക്ക്, ആ സിനിമയുടെ മാത്രമല്ല ഏത് സിനിമയുടെയും വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ചാലക ശക്തിയാണ്. ഇവിടേക്ക് ക്ഷണിച്ച ശ്രീ ആന്റണി പെരുമ്പാവൂരിനുള്ള നന്ദി അറിയിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയുടെ പൂജാ ചടങ്ങിന്റെ ഭാഗമാകുന്നത്. ഇവിടെ വന്ന് എല്ലാവരെയും, ഇത്രയും മഹാനന്ദന്മാരായ സംവിധായകരെയും നിർമ്മാതാക്കളെയും എല്ലാവരെയും അഭിനേതാക്കളെയും ഒക്കെ കാണാൻ സാധിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ മായക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട ലാൽ സാർ ഒരു ആശംസ ഈ സിനിമയെ കുറിച്ച് അനൗൺസ് ചെയ്യുന്ന വേളയിൽ പങ്കുവച്ചത്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളും അതുപോലെ തന്നെ അല്ലാത്ത സംഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് വിസ്മയം എന്നതാണ്. ഞാനതൊരു അഭിമുഖത്തിൽ ചോദിക്കുകയും ചെയ്തു. വിസ്മയവും മേക്ക് ബിലീഫും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാക്കുകളുടെ ഒരു ഗ്ലോസറി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, മോഹൻലാൽസ് ഗ്ലോസറി എന്ന് നമ്മൾ അതിന് പേരിടുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വാക്ക് വിസ്മയം എന്നുള്ളതാണ്. അപ്പോൾ ആ പേര് സ്വന്തം മോളോടുള്ള ഇഷ്ടം കൂടി ആ വാക്ക് തുടരെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ വിസ്മയക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ പ്രണവിന്റെ സിനിമ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രണവിന്റെ ഒരു ക്യാരക്ടർ ആൻഡ് പ്രണവിന്റെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പ്രണവ് ഓൾ ദി ബെസ്റ്റ്. അതോടൊപ്പം തന്നെ ആശിഷ് ജോ എന്നുള്ള പേര് നമ്മൾ ഈ ടൈറ്റിലിന്റെ താഴെ അല്ലെങ്കിൽ നിർമ്മാണത്തിനൊപ്പം തന്നെ കാണാറുണ്ട്. അപ്പോൾ അത് ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ഈ സിനിമയിലും ഉണ്ട് എന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ജൂണിന്റെ 2018 ശേഷമുള്ള 2018 നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രളയത്തെ ഡെപിക്ട് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ അത്രയും നന്നായി അതിന്റെ ഒരു കലാമൂല്യത്തോടു കൂടി ആ സിനിമ തിയേറ്ററിൽ എത്തിച്ച ജൂണിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആളുകളാണ് അണിയറയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അണിയറ പ്രവർത്തകർക്കും ഒപ്പം എൻറ്റയർ ടീമിനും എല്ലാ ആശംസകളും നേരുന്നു. തുടക്കം ഗംഭീര തുടക്കമാകട്ടെ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.